ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് മഷ്റൂം വിത്ത് ബ്രോക്കലി സൂപ്പ് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ള സാധനങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഷ്റൂം, ബ്രോക്കലി, കൂണ്, അങ്ങനെ തക്കാളി, സവാള സാധനങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ പാനിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം നമ്മുടെ കോക്കനട്ട് ഓയിലിലും ബെറ്റർ സൂപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് സൺഫ്ലവർ ഓയിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാനിവിടെ കുക്കറിലാണ് ജസ്റ്റ് ഒരു 1 വിസിലിൽ കുക്കറിൽ വേഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പം ആദ്യം തന്നെ ഒരു കുക്കർ, ചെറിയൊരു 3 ലിറ്ററിൻ്റെ കുക്കർ ഓണാക്കിയിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ദെൻ നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും കൂടെ ഒന്ന് ഇതാക്കിയെടുത്തു. എന്നിട്ട് ചോപ്പ് ചെയ്തെടുത്ത സവാള ഇട്ട് കൊടുത്തു കേട്ടോ. ഞാനൊരു 2 സവാള, ഒരു മീഡിയം സവാളയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് രണ്ടും ഒന്ന് വഴറ്റി വരുന്ന സമയത്തേക്ക് പിന്നെ നമുക്ക് നമ്മുടെ ബാക്കി വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റും അതേ ഒരു ഷേപ്പിൽ ചെറുതായിട്ട് ഇങ്ങനെ കുനുകുനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു വെജിറ്റബിൾ സൂപ്പാട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. എപ്പോഴും ഞാൻ ചിക്കനും ബീഫൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായി. അപ്പോൾ മഷ്റൂം ഉണ്ടായിരുന്നപ്പോൾ ജസ്റ്റ് മഷ്റൂം വിത്ത് ബ്രോക്കലി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ സൂപ്പറായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ക്യാരറ്റ് കഴിഞ്ഞ് നമുക്കിനി ബ്രോക്കലി ഞാൻ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ്സ് ഞാൻ ഓരോ വെജിറ്റബിൾസ് ഇട്ടിട്ട്, കാരണം ബ്രോക്കലിക്കൊന്നും അധികം വേവ് വേണ്ടല്ലോ, ക്യാരറ്റിന് കുറച്ച് കൂടുതൽ വേണം, ജസ്റ്റ് ഇതാക്കിയെന്നുള്ളൂ. അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് സോൾട്ട് വേണം നമുക്ക് ആദ്യം ആഡ് ചെയ്യാം. പക്ഷെ ഞാൻ ഒരു പെട്ടെന്ന് ഓർത്തപ്പം ഒന്ന് സോൾട്ട് ഇട്ടിട്ടൊന്ന് സോർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മഷ്റൂം നീളത്തിലിങ്ങനെ അരിഞ്ഞിട്ട് ഞാൻ മഷ്റൂം ഫുള്ളായിട്ട് എടുത്തില്ല. ഒരു 1/2 kg മഷ്റൂം ഉണ്ടായിരുന്നു. അത് ഫുള്ളായിട്ട് എടുത്തില്ല. കുറച്ച് ഞാൻ മഷ്റൂം കറിക്ക് വേണ്ടി മാറ്റി വെച്ചായിരുന്നു. അപ്പോൾ കുറച്ച് മാത്രം ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു 100 ഗ്രാമോ 200 ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയും ഒരു 2 ചെറിയ തക്കാളി കുഞ്ഞു കുഞ്ഞായിട്ട് നമ്മുടെ ആ ഒരു ക്യാരറ്റിൻ്റെ ഒക്കെ ഷേപ്പിൽ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ മെയിനായിട്ട് ഇവിടെ പെപ്പർ പൗഡറാണ് മെയിനായിട്ട് ഞാൻ ആഡ് ചെയ്യണം. വേറെ ഒരു പൊടി, പിന്നെ ചെറുതായിട്ടൊരു ജീരകപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേറെ ഒരു മസാലാസും ആഡ് ചെയ്യണില്ല കേട്ടോ. ഇതെൻ്റെ ഒരു ഓൺ റെസിപ്പിയാണ്. ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാട്ടോ ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്ത് ഞാൻ സ്കിപ്പ് ചെയ്ത് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കോൺഫ്ലോർ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. കോൺ ആഡ് ചെയ്തു. കോൺഫ്ലോർ ലാസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചും കൂടെ ഈ കുക്കറിൻ്റെ ഒരു ഹാഫല്ല ഒരു 3/4 വെള്ളം ഞാൻ ഫില്ല് ചെയ്തിട്ട്, കാരണം നല്ല കൺസിസ്റ്റൻസിയിൽ കിട്ടി എനിക്ക്. അപ്പോൾ ഞാൻ കുറച്ച് ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ വെജിറ്റബിൾസും കൂടുതലായിരുന്നു, എൻ്റെ കയ്യിൽ കുറച്ച് വെജിറ്റബിൾസ് കൂടുതലായിരുന്നു. അപ്പോൾ അങ്ങനെ കുക്കർ അടച്ചു. ഇത് കോൺഫ്ലോർ ഒഴിക്കണതിന് മുന്നേ ഉള്ള ഇതാട്ടോ. അത്യാവശ്യം നല്ല ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കോൺഫ്ലവർ ആഡ് ചെയ്ത് നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.